ഗുഡ് ഈവനിങ്. ഗുഡ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിന്റെ പേര് തന്നെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, തീർച്ചയായിട്ടും അതിനകത്ത് പുറകിൽ ഒരു സക്സസ് ഉണ്ട്, അല്ലെ? നമ്മുടെ ജീവിതത്തിലെ ആ സക്സസ് ഗോളിലേക്ക് നമ്മളെ എത്തിക്കാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ബൈജു സാറ് ഒരു നല്ല ട്രെയിനറാണ്. പ്രത്യേകിച്ച് ഒത്തിരി ബുക്കുകൾ വായിച്ച് അതിന്റെ അറിവുകൾ കൃത്യമായിട്ട് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബൈജു സാറിന്റെ ഓരോ ക്ലാസ്സുകൾക്കും അത്ര പ്രാധാന്യമുണ്ട്. സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ സാർ പറയുന്ന ബുക്ക് നമ്മൾ അറിയാതെ വാങ്ങിച്ചു പോകും. അത് നമ്മൾ വായിക്കും. വായിച്ചു കഴിഞ്ഞാൽ അറിയാലോ, അതിങ്ങനെ ഇപ്പം സൈനബാബൻ പറഞ്ഞ പോലെ അതങ്ങ് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ന് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഞാൻ ബൈജു സാറിന് വിടുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം ബൈജു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. പിന്നെ ഒരു ചെറിയ ക്ലാസ് ആണ്, കാരണം വളരെ ഇതായിട്ട് എമർജൻസി ആയിട്ട് വന്നത് കൊണ്ട് ഒരു 7:30 വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഏതായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാറ് പറഞ്ഞതുപോലെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഒരു സക്സസിന്റെ ഇത് നമുക്കറിയാം. ഞാൻ നിങ്ങളോട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ എന്താണ്, ഇപ്പൊ സൈനബ മേഡമൊക്കെ പറഞ്ഞു ജീവിതത്തിൽ എങ്ങനെയാണ് സൈനബ, കാരണം എനിക്കൊക്കെ ഓർമ്മയുണ്ട് ബീതം മാസ്റ്റർ വരുമ്പോൾ ഇടയ്ക്ക് മേഡം ഒക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മേഡം തന്നെ അതൊന്നും തന്നെ വിളിച്ചത്, പിന്നെ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു ജീവിതത്തിൽ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം പലതും അവരാണ്. ചിലവര് പറയും സാമ്പത്തികമാണെന്ന് പറയും, ചിലവര് നല്ല മനസ്സമാധാനം എന്നൊക്കെ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാകാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈയിടെ വായിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പത്രങ്ങളിലോ വായിച്ച ഒരു മനസ്സ് കുളിർപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊരു വിജയമാണ് എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച എന്തെങ്കിലും കഥ, ഇത് ഒരു ഈവന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം അത് ഓരോ ആളുടെ ഭാഷയിൽ ഓരോ വിധത്തിലാണ് സക്സസിനെ നമ്മൾ പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലും ഇപ്പം ഈയിടെ അടുത്തായിട്ട് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അങ്ങനെയൊക്കെ വായിച്ച ഏതെങ്കിലും വളരെ മനോഹരമായ, നമ്മളെ കണ്ണിനും കാതിനും ഒരുപോലെ സുഖം കിട്ടുന്ന വാർത്ത എന്തായിരുന്നു? അഡ്മിറ്റ് ചെയ്ത് പറയും. സാറേ, എനിക്ക് പറയാനുണ്ട്, ഈ അടുത്ത ദിവസം പരിചയപ്പെട്ട ഒരു കുട്ടിയാണ്, ഫിസിക്കലി ചലഞ്ചാണ്. നട്ടെല്ലിന് സാരമായ പ്രശ്നം ഉണ്ടായിട്ട് ഏകദേശം 10 ശസ്ത്രക്രിയകൾ ചെയ്ത് ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ മാർക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഡിഗ്രിക്ക് പഠിക്കുകയാണ്, മാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മാർക്കാണ്. അപ്പോൾ അത്രമാത്രം എംപവറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി മുന്നോട്ട് പോകണം. അപ്പം ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ഒരു ജോലി ഒരാൾ ഓഫർ ചെയ്തു. അപ്പൊ കുട്ടി പറഞ്ഞു, എനിക്കിപ്പോ ജോലി എനിക്ക് വേണ്ടത്, എനിക്ക് പഠനമാണ് പ്രാധാന്യമുള്ളത്. ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ PG സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ ബസ്സിൽ കയറാനോ യാത്ര ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, വീൽ ചെയറിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആ ലൈഫ് കാണുമ്പോൾ ആ സക്സസ് ലൈഫ് എന്ന് തന്നെ അതിന് പറയാം. നമ്മളൊക്കെ എല്ലാം ഉണ്ടായിട്ട് പോലും പലതും ചെയ്യാൻ വിമുഖത കാണിക്കുന്നവരാ. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വലിയ അഭിമാനമാണ് ആ കുട്ടിയോട് കൂടി ചേർന്നിരിക്കുന്നത്. ഗൗരി എന്നാണ് പേര്. താങ്ക് യു സാർ. അത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു ഇതിനും ആപ്റ്റ് ആവുന്ന നമ്മുടെ സമൂഹത്തിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകും. സാബു സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഹീറോസ് ഉണ്ട്, അല്ലെ? പിന്നെ ഒരുപാട് നമ്മൾ സിനിമയിൽ കാണുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരുപാട് ഹീറോസ് അവര് കാണിച്ചു തരുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് കാണിക്കുന്നത്. ഇപ്പൊ നമ്മള് രാവിലെ ആയാലും പിന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതും പലരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ സാബു സാറ് പിന്നെ നല്ല CBT ക്ലാസ് എടുത്തിരുന്നെങ്കിൽ, അല്ലെ, പിന്നെ അമ്മ നല്ല ചായ, അല്ലെങ്കിൽ ഭാര്യ നല്ല ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ പലരെടുക്കുന്നു മക്കൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പലരിൽ നിന്നും നമ്മൾ എല്ലാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, എക്സ്പെക്ട് ചെയ്യാറില്ല സാറേ, മക്കൾ നന്നായി പെരുമാറിയിരുന്നെങ്കിൽ, അവര് നല്ല ജോലി വാങ്ങിയിരുന്നെങ്കിൽ. പക്ഷേ നമ്മളിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ ബോസ് എന്നോട് നന്നായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു, പിന്നെ എനിക്ക് നല്ല ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ സ്നേഹിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ എടുക്കുന്ന എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പൊ മക്കളോട് നമ്മൾ പറയും മൊബൈൽ നോക്കാൻ പാടില്ല എന്ന് പറയും, പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവരെ മുമ്പിൽ ഇരുന്നിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അവൻ ചോദിക്കും, അച്ഛൻ എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കും. കാരണം നമ്മൾ അവരോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് നമ്മൾ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ?
ഇനി നമ്മളൊരു ക്ലയന്റിന്റെ അടുക്കായാലും അല്ലെങ്കിൽ നമ്മളുടെ ബോസിന്റെ അടുക്കായാലും ബോസ് ചോദിക്കുന്നതിന്റെ അപ്പുറം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നമ്മളുടെ ജോലിന്റെ എക്സ്പെക്ട് മോർ എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതായത് പുറത്തുനിന്ന് അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് തൊട്ട് നമുക്ക് അവരെ ഇഷ്ടമല്ലേ. ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങി, ഒരു വാഷിംഗ്, അപ്പൊ അവര് നമ്മളോട് അത് എക്സ്പ്ലെയിനും ഒക്കെ ചെയ്ത് തരുവാണെങ്കിൽ, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അവര് നമ്മളിലേക്ക് തരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അവരുടെ സേവനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും എടുക്കും. അതുപോലെ തന്നെയല്ലേ നമ്മളെ കേസിലും സംഭവിക്കുന്നത്. നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോസ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അല്ല നമ്മളെ ക്ലയന്റ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതലായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോസും നമ്മളെ ചീത്ത പറയില്ല, ഒരു ക്ലയന്റും നമ്മളെ വിട്ടു പോകൂല. നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ എടുക്കുന്ന എന്ത് ചെയ്യണം? കുറച്ചെങ്കിലും പ്രതീക്ഷിക്കണം. അല്ലെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലും എതിരഭിപ്രായമോ? അല്ലെങ്കിൽ നമ്മളത് ചെയ്യാറില്ല എന്നുള്ളതാ സത്യം. നമ്മൾ പക്ഷെ ലോകത്തിലുള്ള മറ്റുള്ള എല്ലാവരെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അതാണ് ഇതാകണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെപ്പോഴും ഞാനിങ്ങനെ ആയത് എന്തുകൊണ്ടാണ്, എന്റെ ഫാദർ അങ്ങനെയായി ഇങ്ങനെയായി, അവരെടുക്കുന്നതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ എടുക്കുന്നത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇങ്ങനെയൊക്കെ ആകുന്നു എന്നുള്ള അത്. അപ്പൊ നമ്മൾ എടുക്കുന്ന എക്സ്പെക്ട് ചെയ്യാൻ കൊടുക്കുമ്പോൾ, അതായത് നമ്മളെ ബോസ് എന്താണോ നമ്മൾ എടുക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മളുടെ ക്ലയന്റ് എന്താണോ നമ്മൾ എടുക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ മക്കളുടെ റോൾ മോഡലാണ്. അപ്പൊ അവരുടെ മുമ്പിൽ അവരോട് ഫേസ്ബുക്ക് നോക്കല്ല, അല്ലെ വാട്സപ്പ് നോക്കല്ല നമ്മൾ പറയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു റോൾ മോഡൽ ആകുക. അവരെ മുമ്പിൽ നിന്ന് വായിക്കുകയോ അങ്ങനെ നല്ല നല്ല ശീലങ്ങളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവരും നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചിലതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അവര് നമ്മളെടുക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മള് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്ന എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങുമ്പം, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തതിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താകും? നമ്മുടെ ബെസ്റ്റ് വേർഷനാണ്. നമ്മൾ പലപ്പോഴും പറയും നമ്മൾ പൂർവ്വജന്മം അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഇനിയതൊരു അടുത്ത ജന്മത്തിൽ ഇതേ പേരിൽ ഇതേ അച്ഛനും ഒക്കെ ആയിട്ടൊന്നും പറക്കുന്നില്ല. ഇതൊരിക്കലേ സംഭവിക്കും. അല്ലെ? നമ്മൾ എന്ത് പൂർവ്വജന്മം അതും ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് അടുത്ത ജന്മത്തിൽ ചെയ്യാം, അല്ലെ പാവം കഴിഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഒരു അക്കൗണ്ടന്റ് ആവുക, അല്ലെ കൺസൾട്ടന്റ് ആവുക, ഇതൊക്കെ ഈ ഒരു ജന്മത്തിലേ സംഭവിക്കൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെടുക്കുന്ന കൂടുതൽ എക്സ്പെക്ട് ചെയ്യണം. എക്സ്പെക്ട് മോർ ഫ്രം അവർ സൈഡ്. അല്ലാണ്ട് പുറത്തുനിന്നല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെയും മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് വേറൊരാളുടെയും നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഒരാളെയും മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിത വിജയത്തിന് ആദ്യം വേണ്ടത് നമ്മളെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുക, നമ്മൾ കൂടുതൽ ഇതാകുക. അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വിഷൻ ബോർഡ്, ഗോൾ സെറ്റിങ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയാ പോകുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാകും. ഇപ്പം ഗോൾ സെറ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എവിടത്തേക്ക് പോകണം എന്നുള്ളൊരു കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല? നമ്മൾ 8 മണി വരെ 10 മണി വരെ ഒന്നും എണീക്കൂല. ഇന്ന് ഓഫീസിൽ പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നില്ല. എണീച്ച് ഭയങ്കര സ്ട്രോങ്ങോടെ നമ്മൾ എണീക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ട്. നമ്മളുടെ ബെസ്റ്റ് വേർഷൻ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് നമ്മളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാക്സിമം പറ്റും. നമ്മളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? വിജയിക്കാൻ വേണ്ടി പറ്റൂ. നമ്മളെ മാക്സിമം ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കും, നമ്മളെ മാക്സിമം ഉപയോഗിക്കാറില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ക്ലിയർ ആണോ പറഞ്ഞത്? അല്ലേ? ഇനിയിപ്പം സൈനബ മാഡം പറഞ്ഞതുപോലെ ഫോർഗീവ്നെസ് ഒക്കെ പറയുമ്പോൾ നമ്മളെ നമുക്ക് തന്നെ ഒന്ന് സ്നേഹിക്കുകയും ചെയ്യാം. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും ഭാര്യ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല, അച്ഛൻ സ്നേഹിച്ചില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ മറ്റുള്ളവരെന്ത് ചെയ്യുള്ളൂ? നമ്മളെ സ്നേഹിക്കും. അപ്പൊ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. അതേപോലെ തന്നെ ഫോർഗീവ്നെസ്. നമുക്ക് ചിലപ്പോൾ നമ്മളൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകാം പാസ്റ്റിലൊക്കെ. നമ്മളെല്ലാവരെയും ഫോർഗീവ്നെസ് പറയും. പക്ഷെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ചിലപ്പോഴൊക്കെ ഒരു മാപ്പൊക്കെ കൊടുക്കാം. കാരണം നമ്മൾ തന്നെ നമുക്ക് മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ആരാണ് മാപ്പ് കൊടുക്കേണ്ടത്? നമ്മളെപ്പോഴും ഈ കുറ്റബോധവും അതും ഇതൊക്കെ പേറി നമ്മളെ തന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആകാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുന്ന അതേപോലെ നമുക്ക് നമ്മളോടും എന്ത് ചെയ്യാം? ഒന്ന്
പിന്നെ മാപ്പൊക്കെ കൊടുത്ത് നമ്മളുടെ ബെസ്റ്റ് വേർഷൻ ആവുക എന്നുള്ളതാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഒരു വിജയത്തിന്റെ ആദ്യത്തെ പടി എന്നുള്ള വിധത്തിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ വായിച്ച നിരവധി ബുക്കുകൾ പറയുന്നത്, നിരവധി ബുക്കുകൾ എനിക്ക് കിട്ടിയ നല്ല നല്ല പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇതിൽ എനക്കും തോന്നി ഇതൊരു നല്ലൊരു പോയിന്റ് ആണ്. നമ്മൾ എടുക്കുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ എടുക്കുന്ന കൂടുതൽ പ്രതീക്ഷിക്കും. നമ്മൾ എല്ലാവരും എടുക്കുന്ന പ്രതീക്ഷിക്കും, പക്ഷെ നമ്മൾ എടുക്കുന്നൊന്നും, എല്ലാവരും നമ്മളോട് നന്നായി ചെയ്യണം, പെരുമാറണം, സാബു സാറ് നല്ല ക്ലാസ്സുകൾ എടുക്കണം, ഞാൻ എത്ര നല്ല ക്ലാസ്സുകൾ എടുക്കണം അല്ലെങ്കിൽ എന്ത് ഇതാക്കണം എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ നന്നായി ചെയ്യണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ആ എക്സ്പെക്ടേഷൻ നമ്മളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് റിജക്ഷൻ. നമ്മൾ പലരും റിജക്ഷനെ ഭയപ്പെടുന്നവരാ അല്ലെ? ഇപ്പം നമ്മൾ ഇപ്പൊ ഈ സ്കൂൾ ഗെറ്റ് ടുഗദറിനൊക്കെ പോയാൽ ചോദിക്കാറുണ്ട്, പിന്നെ നമ്മള് തമാശക്കെങ്കിലും പറയാറുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന് പറയാൻ തോന്നിയില്ല. ഇത് റോങ് ആണെങ്കിൽ ഒരുപാട് ഡൈവേഴ്സുകൾക്ക് വക വെച്ച് കൊടുക്കുന്നതാണെങ്കിലും പിന്നെ പലപ്പോഴും നമ്മള് പലരുടെയും കാണാറുണ്ട്. ഇപ്പം ഈ ഗെറ്റ് ടുഗദറും പിന്നെ പ്രൈമറിയും ഈ ഹൈ സ്കൂളും ഒക്കെ ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ആയില്ല, എനിക്ക് പറയാൻ പറ്റിയില്ല, പറയാൻ പേടിയായിരുന്നു, നീ റിജക്ട് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഭയങ്കരമായിട്ട് റിജക്ഷനെ ഭയക്കുന്നവരാണ് നമ്മൾ. ആരെങ്കിലും നമ്മളെ റിജക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു സെയിൽസിലെ ആളാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലതും ഒഴിവാക്കിയത് അവര് നോ പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. റിജക്ഷൻ അല്ലെ? നമുക്ക് റിജക്ഷനെ ഫേസ് ചെയ്യാൻ ഒരു പരിധിവരെ ഭയം തന്നെയല്ലേ? അതുകൊണ്ടല്ല നമ്മളിപ്പോ മാർക്കറ്റിംഗ് ജോലി ആയാലും നമ്മൾ ഒരു പിന്നെ ഡെവലപ്മെന്റിന് നമ്മളിപ്പോ ഒരു മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും? നമ്മളൊരു പിന്നെ കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും നമ്മളുടെ സുഹൃത്തുക്കളോടോ ഫ്രണ്ട്സുകളോടോ പറയാൻ നമ്മൾ താല്പര്യം കാണിക്കാറില്ല. ഇപ്പൊ ഒരു LIC ഏജന്റിനെ സംബന്ധിച്ച് ചിലവരോടൊക്കെ LIC ഏജൻസി ഒക്കെ എടുക്കും. ഇപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ അവിടെയൊക്കെ പോകുമ്പോ അവരെന്താ വിചാരിക്കും? അവര് വിചാരിക്കും ഞാൻ പോളിസി എടുക്കാൻ വേണ്ടിയാ പറയുന്നത്. അപ്പൊ അങ്ങനെ അവര് വിചാരിക്കൂലേ? അങ്ങനെ വിചാരിക്കുമ്പോ ഞങ്ങൾക്ക് അവരെ പിന്നെ ഇവരെന്തിനാ LIC ഏജൻസി എടുത്തിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ബ്രാൻഡിനെയോ ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് പേടിയാണ്, ഇവര് വിചാരിക്കും അല്ലെ ഇവര് റിജക്ട് ചെയ്താൽ, ഇപ്പൊ അവനും ഞാനും ഭയങ്കര ഫ്രണ്ടാണ്, സുഹൃത്താണ്, അവനെ അത് റിജക്ട് ചെയ്താൽ ഞനക്ക് പിന്നെ അവന്റെ അടുത്ത ഭാഗം എങ്ങനെ ഞാൻ ഫേസ് ചെയ്യുന്നു അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും അവനെ മീറ്റ് ചെയ്യുമ്പോൾ അവൻ എന്നോട് നോ എന്ന് പറഞ്ഞല്ലേ, പിന്നെ എങ്ങനെ ഞാൻ പഴയ പോലെ അവനോട് സംസാരിക്കുക എന്നാലുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും അതൊന്നും നമ്മൾ മൈൻഡ് ആക്കണം. അതൊക്കെ ഒരു പാർട്ട് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ലൈഫ്. റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടാവുള്ളൂ? പുരോഗതി ഉണ്ടാവുള്ളൂ. കാരണം റിജക്ഷനെ നമ്മൾ ഭയന്നുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ കാര്യങ്ങൾ ആരോടും പറയില്ല. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം റിജക്ഷൻ പ്രൂഫ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിമനോഹരമായ ഒരു പുസ്തകമാണ്, പറ്റുമെങ്കിൽ അത് വായിക്കണം. അതില് ജിയാങ് ജിയാങ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു ബുക്കാണ്. അതിൽ അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ബിസിനസ് അട്ടർ ഫ്ലോപ്പ് ആയിപ്പോയി പുള്ളിയുടെ. അപ്പൊ പുള്ളിക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളിക്ക് ഇത് ആരോടും ഒരു മാർക്കറ്റിംഗ് ചെയ്യാനോ ഇതൊന്നും പുള്ളിക്ക് വലിയ ധൈര്യമൊന്നും ഇല്ല. കാരണം ആരെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറയുമ്പോൾ ആരെങ്കിലും റിജക്ട് ചെയ്താലോ അല്ലെ നാണക്കേട്, ഷൈ എന്നൊക്കെ പറയാം. അപ്പൊ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പുള്ളി തന്നെ 100 ചാലഞ്ച് പുള്ളിക്ക് തന്നെ കൊടുത്തു. അതായത് ആദ്യം തന്നെ പുള്ളി ചെയ്തത്, തീരെ പരിചയമില്ലാതെ, ഇപ്പൊ സാബു സാറിന് എനിക്ക് തീരെ അറിയില്ല എന്ന് വിചാരിക്കും, ഞാൻ സാബു സാറിനെ കണ്ണൂർ ടൗണിൽ നിന്ന് വെച്ച് കണ്ടു. ഞാൻ സാബു സാറോട് പറഞ്ഞു, സാറേ ഒരു 1,00,000 രൂപ തരുമോ എന്ന് ചോദിക്കും. സാബു സാർ ഇന്നേ വരെ എന്നെ കണ്ടിട്ടില്ല. സാബു സാർ എന്താ ചിന്തിക്കുക? അപ്പൊ പുള്ളി ചെയ്യുന്നത്, പുള്ളിക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളെടുക്കുക. അന്നേരം ഉറപ്പായിട്ട് തരൂല എന്ന് സാബു സാർ ഒരിക്കലും, കാരണം എന്നെ അറിയേയില്ല പുള്ളിക്ക്. അപ്പൊ ഞാൻ സാറോട് ചോദിക്കുന്നു 1,00,000 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ സാബു സാർ, നീ ആരാ, നിനക്ക് എന്തിനും 1,00,000 തരണം? അതിൽ യൂട്യൂബിലെ വീഡിയോസ് കാണാം അതിന്റെ. ഈ ആദ്യം പുള്ളി ഒരു വാച്ച്മാനോടാണ് ചോദിക്കുന്നത്, വാച്ച്മാൻ ഓടി രക്ഷപ്പെടുവാണ് അവിടുന്ന്. കാരണം ഇവര് മെന്റലായിട്ടാണോ എന്ന് കരുതിയിട്ട്. കാരണം പുള്ളി പറയുന്നത്, ഞാൻ അവിടെ റിജക്ട് ചെയ്തപ്പോ എന്റെ കോൺഫിഡന്റ് ആണ് വളർന്നത്. ഞാൻ അവിടെ റിജക്ഷനിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഞാൻ വളർന്നത് എന്താണ്? എന്റെ വിശ്വാസം, എനിക്ക് ഇങ്ങനെയും ചെയ്യാം. പിന്നീട് അദ്ദേഹം ഒരുപാട് ബ്യൂട്ടിഫുൾ ആയ വീഡിയോസ് കാണാം, അതിന്റെ ബുക്കും അവൈലബിൾ ആണ്. പിന്നെ അദ്ദേഹം ബർഗർ വെക്കുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് പറയുന്ന ഒരു കാര്യം ചെയ്ത്, നിങ്ങളുടെ അടുത്ത കസ്റ്റമറിന്റെ നമ്പർ തരൂ, ഞാൻ ബർഗർ അവർക്ക് ഡെലിവറി ചെയ്യാം എന്ന് പറയുന്നു. അപ്പോ ഒരിക്കലും എന്ത് ചെയ്യൂല, തീരെ പരിചയമില്ലാത്ത ഒരു ബർഗർ ഷോപ്പിൽ പോയിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ അടുത്ത ഡോർ ഡെലിവറിക്ക് ഞാൻ പോവാം, എന്റെ വണ്ടി ഉപയോഗിക്കാം, നിങ്ങൾ അഡ്രസ് ഒക്കെ തന്നേര്, ഞാൻ ബർഗർ ഷോപ്പുകാരൻ എങ്ങനെ ഇവനെ വിശ്വസിക്കും? ഇവനെ ആദ്യമായിട്ട് കാണുന്നതാണ്.
അപ്പൊ പുള്ളിക്കറിയാം ഇത് എന്ത് ചെയ്യും, അവര് റിജക്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ റിജക്ഷൻ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതാണ് പുള്ളിന്റെ ജീവിതം. അപ്പൊ അത് പിന്നീട് അതിൽ വേറൊരു മനോഹരമായ ഒരു കഥ പറയുന്നത്, ഒരു കേക്ക് ഷോപ്പ് പോയിട്ട് ഒളിമ്പിക്സിന്റെ ലോഗോയിലുള്ള ഒരു കേക്കിന്റെ ഇത് ഉണ്ടാക്കി തരുമെന്ന് വെച്ചു. പുള്ളി ചിന്തിക്കുന്നത് അത് നടക്കുകയേ ഇല്ല എന്നാ ചിന്തിച്ചത്. പക്ഷേ ആ ലേഡി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ പുള്ളിക്കാരൻ അത്ഭുതമായി. പുള്ളി എന്ത് ചെയ്യുന്നത്, പുള്ളി ചിന്തിക്കുന്നത് ഇതൊരിക്കലും നടക്കൂല എന്നുള്ളതാണ്. അങ്ങനെ നടക്കൂല എന്നുള്ള കാര്യങ്ങളാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, അത് ഉണ്ടാക്കി കൊടുത്തപ്പോ പുള്ളി സർപ്രൈസ്ഡ് ആയിപ്പോയി. പുള്ളി ഇതെങ്ങനെ സംഭവിച്ചു. അപ്പൊ അതിന്റെ പൈസ ചോദിക്കുമ്പോൾ ആ സ്ത്രീ, ആ ഷോപ്പിന്റെ ഉടമ പറഞ്ഞു, ഇതിന്റെ പൈസ ഒന്നും വേണ്ട, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓർഡർ കിട്ടുന്നത്. ഏതായാലും അതിനെ പറ്റിയിട്ട് യൂട്യൂബിലായാലും ആ ഒരു വീഡിയോക്ക് ശേഷം ഒരുപാട് വലിയ വലിയ കമന്റ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഒന്ന് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ പലരുടെയും പ്രശ്നം റിജക്ഷൻ ആണ്. നമ്മൾ ആരൊക്കെ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം, അതായത് എന്തെങ്കിലും ഒരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പോയാലോ, നമ്മുടെ കമ്പനീനെ മാർക്കറ്റ് ചെയ്യാൻ പോയാലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലരും നമ്മളെ റിജക്ട് ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്നത്. അല്ലെ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവര് റിജക്ട് ചെയ്താൽ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു കാരണത്താലാണ് ഇന്ന് അയാള് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സ്പീക്കറാണ്, ലീഡർഷിപ്പ് സ്പീക്കറാണ് അദ്ദേഹം. വിജയിച്ച ഒരു ബിസിനസ്മാൻ ആണ്. അതായത് 100 പരാജയങ്ങൾ, 100 റിജക്ഷൻസ് പുള്ളി ഫേസ് ചെയ്തപ്പോ പുള്ളി പറയുന്നത് പുള്ളി ജീവിതത്തിൽ കോൺഫിഡന്റ് ആയി എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കാരണം നമ്മളെ ബിസിനസ്സിനെയോ നമ്മളെ ജീവിതത്തിനെയോ നമ്മളെക്കാളും വൃത്തിക്ക് ആർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ എന്ത് മാർക്കറ്റിംഗ് സ്റ്റാഫിനെയോ അല്ലെങ്കിൽ എന്ത് ആരെയും ആക്കിയാൽ പോലും നമ്മളെക്കാളും മനോഹരമായി നമ്മൾ ഒരിക്കലും വേറെ ആർക്കും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിലെ കൃഷ്ണൻ പറയുന്നത്, നിന്നെ ഉദ്ധരിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിജക്ഷനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതായത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അവരെ പോയി മീറ്റ് ചെയ്താൽ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞാലൊക്കെ നമുക്ക് നല്ല ബിസിനസ്സോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഇതൊക്കെ കിട്ടുന്ന നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസോ ഒക്കെ കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകാം, പേഴ്സണലി ജീവിതത്തിലായാലും. അല്ലെങ്കിൽ ഇത് എനിക്ക് കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ പോയിന്റ് ഞാൻ അധികം പറയാറില്ല. കാരണം അവരെങ്ങനെയാണ് ഈ പോയിന്റിനെ എടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിജക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി അവർ തുനിഞ്ഞിറങ്ങിയാൽ പെട്ടുപോകും ടീച്ചേഴ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ ഒരു മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള റിജക്ഷനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ റിജക്ഷനെ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ജീവിതത്തിൽ നല്ല നിലയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് അഭിപ്രായം. ഇനി ഒന്നും കൂടി പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പോയിന്റും കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്, സോറി. ഇനി നമ്മൾ പലപ്പോഴും നമ്മളെ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഇമോഷൻസ്, നമ്മളെ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് പലപ്പോഴും അറിയാം വികാരങ്ങളെ യഥാർത്ഥ വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ റൂൾ 10-10-10 എന്നുള്ള റൂള് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒരു റൂൾ 10-10-10 എന്നുള്ള റൂള് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മുടെ ലൈഫിൽ. അത് സിമ്പിൾ ആണ്. അതെന്താണ് പറയുന്നത് കരുതിയാൽ, നമ്മളിപ്പോ ഒരു കാര്യം നമ്മളിപ്പോ ചെയ്യണം എന്ന് കരുതിയാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഈ കാര്യം 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുക, കുറ്റബോധമാണോ എനിക്ക് ഉണ്ടാകുക, അല്ലെ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇവിടെ സൈക്കോളജി പഠിച്ചവരൊക്കെ ഇരിക്കും, നമ്മളുടെ ബ്രെയിൻ ചില കാര്യങ്ങളൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, നമ്മളെ മനസ്സും ബ്രെയിനും ഒക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പൊ ഒരു 2 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കൊക്കെ എടുത്ത് മൈൻഡിനെ നോർമൽ ആക്കിയിട്ട്, അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, ഞാനിപ്പം ചെയ്യാൻ പോകുന്ന കാര്യം 10 മിനിറ്റിന് ശേഷം ചെയ്തതിന് ശേഷം ഞാൻ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുക. നല്ലതാണോ ചിന്തിക്കുക, ഞാൻ ഏതായാലും അത് ചെയ്തല്ലോ, വളരെ മനോഹരമായിരിക്കുന്നു, അയ്യോ ഞാനത് ചെയ്തില്ലേ എന്നുള്ള ഒരു കുറ്റബോധമാണോ എനിക്ക് ഉണ്ടാവുക ആഫ്റ്റർ 10 മിനിറ്റ്സ് ഇത് ചെയ്തിട്ട് 10 മിനിറ്റിന് ശേഷം. ഇനി 10 ദിവസത്തിന് ശേഷം ഈ കാര്യത്തിനെ പറ്റി ഞാൻ എന്താണ് ചിന്തിക്കുക. ഞാൻ ഇന്ന് ഇപ്പോൾ ചെയ്ത ഞാനൊരു കാര്യം 10 ദിവസത്തിന് ശേഷം ഞാൻ എന്താണ് ചിന്തിക്കുക. ഇനി ഈ കാര്യം 10 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഗോൾസ്, എൻ്റെ ലക്ഷ്യങ്ങളിൽ ഇതെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടോ എന്നും കൂടി ചിന്തിക്കുക.
അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നിരന്തരമായിട്ട് ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ ഇത് ഫെയിൽ ആവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് മനസ്സിന് നമുക്കറിയാം, നമ്മൾ എന്തൊക്കെ നമ്മൾ കേട്ടാലും ചിലപ്പോഴൊക്കെ മനസ്സ് നമ്മളോട് എന്ത് ചെയ്യും, നെഗറ്റീവ് ഒക്കെ അടിച്ചു കയറുന്ന സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ നമുക്ക് അധികമായി വരും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ശ്വാസമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ഒന്ന് ചോദിക്കേണ്ടത്, ഇതിപ്പം ചെയ്താൽ എനിക്ക് എന്തെങ്കിലും 10 മിനിറ്റിന് ശേഷം ഞാൻ ഈ ചിന്തകളെ പറ്റി അല്ലെങ്കിൽ ഞാൻ ഈ പ്രവൃത്തിയെ പറ്റി ഞാൻ കുറ്റബോധമാണോ ഞാൻ ഇതാകുക, അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണോ ഉണ്ടാകുക? ഇനി ഇതിനെ കൊണ്ട് 10 ദിവസത്തിന് ശേഷം ഞാൻ എന്താണ് ഈ ഒരു ഇവന്റിനെ ചിന്തിക്കുന്നത്? ഇനി 10 ഈ കൊല്ലം കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഇവന്റ് എന്റെ ജീവിതത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇന്നത്തെ നമ്മളെ ന്യൂസിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോ സോറി, സമയത്തിന്റെ ഇതുകൊണ്ട് 8 മണിക്ക് വേറൊരു സെഷൻ ഉണ്ട്, ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബൈജു സാർ, വളരെ മനോഹരമായ ഒരു സെഷൻ. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒത്തിരി ബുക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി അറിവുകളാണ് ബൈജു സാർ. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള 3 വിഷയങ്ങൾ, എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റ വിഷയം മാത്രം മതി അല്ലേ മുന്നോട്ട് പോകാൻ. നമ്മളിലുള്ള ബെസ്റ്റ് വേർഷനെ നമ്മൾ പുറത്തെടുക്കുക. അതിലൂടെ തീർച്ചയായിട്ടും ഒരു റോൾ മോഡലായിട്ട് നമ്മൾ മാറും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സേവനവും അത് തന്നെയായിരിക്കും. സോ ആ ഒരൊറ്റ പോയിന്റ് മാത്രം, മറ്റു ഒരു പോയിന്റും കൺസിഡർ ചെയ്തതിൽ പോലും 100% ആണ് ബൈജു സാറിന്റെ ക്ലാസ്. അതിനോട് കൂടി ചേർത്ത് സാറ് പറഞ്ഞ പോലെ റിജക്ഷനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. റിജക്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻകറേജ്മെന്റ് കൂടുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത. പിന്നെ 10-10-10 പറയുന്ന റൂള് വളരെ മനോഹരമായി ബൈജു സാറ് എക്സ്പ്ലെയിൻ ചെയ്തു. ബൈജു സാറിന് ഒരു ക്ലാസ് 8 മണിക്കുണ്ട്, അതുകൊണ്ട് തീർച്ചയായും സാറിന് പോകേണ്ടതുണ്ട്. എങ്കിലും പെട്ടെന്ന് ബൈജു സാറിന് സമയമാകുമ്പോൾ പോകാം കേട്ടോ. ഞങ്ങൾ സ്വല്പം ഒന്ന് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഡോക്ടർ സുധർണ ഡോക്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? ഒരു കമന്റ് കേട്ടിട്ട് സാർ പോക്കോളൂ. ഡോക്ടർ ഫ്രീ ആണോ? സാർ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ റിജക്ഷനെ നേരിടുന്നത് തൊലിക്കട്ടി കൊണ്ടാണോ? തൊലിക്കട്ടി എന്നല്ല, നമ്മളത് ഒന്ന് ട്രൈ ചെയ്യും. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ ഞാനൊരു GST ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഈ കുറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി ചോദിക്കണം. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചത്, ഇത് നാണക്കേടല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമുക്ക് അങ്ങനെ ഉണ്ടാകും, നമ്മളിത് പോയി ചോദിക്കൽ എങ്ങനെയാണ് നല്ലുള്ളത്. തൊലിക്കെട്ടിയെന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ 1-2 ബുക്ക്, സെയിലിലേക്ക് ക്രേസി, പിന്നെ റിജക്ഷൻ പ്രൂഫ്, ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതൊന്നും നമ്മളിങ്ങനെ പോയിട്ട് ഒരാളോട് വർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് വലിയ ഇതാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ വേറൊന്നല്ലല്ലോ ചോദിക്കുന്നത്. ഇപ്പൊ തൊലിക്കെട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ല പറയുന്നത്, നമ്മുടെ ലൈഫിന് ഇമ്പ്രൂവ് ആവുന്ന വിധത്തിൽ. അത് ചിലപ്പോ ഒരു ഇത്തിരി തൊലിക്കെട്ടി ജീവിതത്തിൽ, അതായത് മുകേഷ് അംബാനിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, ഏത് ജോലി ചെയ്യാനും അത് വേണം, ചെറിയൊരു തൊലിക്കെട്ടി വേണം അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെങ്കിലും, ഒരു ക്ലർക്കിന്റെ ജോലി ചെയ്യണമെങ്കിൽ ഒരു തൊലിക്കെട്ടി വേണം. കാരണം ബോസ് ചീത്ത പറയുമെങ്കിലും പിടിച്ചേക്കണ്ടേ. അപ്പോ അതിനെ വേണമെങ്കിൽ സാറിന്റെ ഭാഷയിൽ തൊലിക്കെട്ടി എന്നും വിളിക്കാം. അല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ ബിസിനസ്സിന് ഒരാളെടുക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അതായത് ഞാൻ എന്റെ കയ്യിൽ പറഞ്ഞതുപോലെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നെക്കാളും വലിയൊരാൾ ഉണ്ടാവില്ല. കാരണം അപ്പൊ ഈ ഒരു ബുക്കുകൾ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കുറച്ച് വർക്കും കിട്ടി. ഈ ഒരു ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വിചാരിക്കും ആകെ പോലെ നാണക്കേടാണ്, എന്തിനാ ഞാൻ പോകുന്നത്, വേറെ ആർക്കും മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആക്കിക്കൂടെ. പക്ഷെ മാർക്കറ്റിംഗ് സ്റ്റാഫ് പോയാൽ എന്നെക്കാളും നന്നായിട്ട് പറയാൻ പറ്റൂല ഞാൻ എന്താണ് ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വർക്കുകൾ കിട്ടുള്ളൂ. അപ്പൊ നമ്മളിതൊരു തൊലിക്കെട്ടിന്നല്ല, നമുക്ക് മാർക്കറ്റിംഗിലൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഈ ഒരു റിജക്ഷൻ പ്രൂഫ്. കാരണം റിജക്ഷനെ ഭയന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പോവാത്തത്. നമുക്കറിയാം ആ ബിസിനസ് കിട്ടും എന്നുള്ളത്, പക്ഷെ നമുക്കൊരു പേടിയാ, 1% അത് ഉണ്ടാവുള്ളൂ അവര് റിജക്ട് ചെയ്യുമെന്നുള്ളത്. ഈ 1% വെച്ചിട്ട് നമ്മൾ പോവില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഓവർകം നമുക്ക് ജീവിത വിജയത്തിന് ഇതൊരു വളരെ അത്യാവശ്യമാണ്. ഒത്തിരി തൊലിക്കെട്ടി മുളുപ്പില്ലായ്മയൊക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോ. പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ആന. അതെ അതെ, അല്ല കുറച്ച് നമുക്ക് വേണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉളുപ്പില്ലായ്മ നല്ലതാണെന്ന് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഈ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഞങ്ങളുടെ ജൂനിയർ ബാച്ചിലുണ്ട്. അപ്പോ
ഈ പലരും കാമുകന്മാരാവാനൊക്കെ ശ്രമിച്ചെങ്കിലും അതിൽ ഒരു ഈ നമുക്ക് നസീറിന്റെ ഒക്കെ സിനിമ അതില് കാമുകന്റെ ഐഡിയൽ രൂപം നമ്മൾ കണ്ട ഒത്തുമായിട്ട് ഒരു സാമ്യവും ഇല്ലാത്ത ഒരാള് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൊ പുള്ളി നേരിട്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഈ പെണ്ണ് ഭയങ്കരമായിട്ട് റിജക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവൻ വിടാതെ അങ്ങ് പിടികൂടി. ഇപ്പൊ ഒരു സുഖമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. അതാണ് കുറെ ലൈഫില് ഇത് പിന്നെ ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞ റോബർട്ട് ടി കിയോസാക്കിയുടെ ഒരു ബുക്ക് ഉണ്ട്. അതിൽ പുള്ളിന്റെ ജീവിതകഥ പറയുന്നുണ്ട്. ഇതേ ഒരു അനുഭവം തന്നെ. ഒരുപാട് റിജക്ഷൻ പുള്ളിന്റെ ഇപ്പം ഭാര്യയാണ്, റിജക്ഷൻ കിട്ടി. പിന്നെ പക്ഷെ അയാൾ വിട്ടില്ല എന്നുള്ളതാണ് റോബർട്ട് ടി കിയോസാക്കി നമ്മളെ റിച്ച് ഡാഡൊക്കെ എഴുതിയ. ഇപ്പൊ അത്യാവശ്യം ഒരു ഉളുപ്പില്ലായ്മ ലൈഫിൽ നല്ലത്. നമുക്ക് കുറെയൊക്കെ കുറ്റബോധം തോന്നാറില്ലേ? കാരണം ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നമ്മള് പലതും ചെയ്യാതിരുന്നത്. താങ്ക് യു സർ. അത് ഒരു ഈ പറഞ്ഞ പോലെ ബിസിനസ് രംഗത്ത് പിന്നെ ഹൗ ടു അപ്രോച്ച് എന്നൊക്കെയുള്ള ഇതില് സാറിന്റെ ഈ ഇതില് ക്ലാസ്സിന് അകത്ത് ഇതിൽ ചില ഈ ഹൗ ടു അപ്രോച്ച് എന്നുള്ള ഒരു ഭാഗം കൂടെ സാറൊന്ന് കൂട്ടിച്ചേർത്തിരുന്നത് നന്നായിരുന്നു. കാരണം ഈ നമ്മള് ഈ ബാലേന്ദ്രമേനോന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പൊ ഈ ജയഭാരതി ഡോക്ടറുടെ അടുത്തേക്ക് നസീർ ഈ മെഡിക്കൽ റെപ്പാണ്. അപ്പൊ അദ്ദേഹം ഈ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ റിഹേഴ്സൽ നടത്തുന്നുണ്ട്. ടൈ ഒക്കെ പിടിച്ച് നേരെയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന ഫാർമസിക്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് വരുന്ന ഇന്ന മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവസാനം ഈ പറഞ്ഞ പോലെ അത് വിജയിക്കുന്നു. അപ്പൊ ഹൗ ടു അപ്രോച്ച് എന്നുള്ളതും കൂടി ഇതിന്റെ കൂടെ ഒന്ന് ചേർത്താൽ ഈ തൊലിക്കട്ടി അങ്ങോട്ട് കുറഞ്ഞ് അതൊരു വളരെ സ്മൂത്ത് സ്കിൻഡ് അപ്രോച്ച് ആവും. ഓക്കെ സർ, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, താങ്ക് യു സർ. ഈ ഒരു പ്രാവശ്യം റിജക്ട് ചെയ്താൽ ഇതൊക്കെ പണ്ടേ സംഭവിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെ? ഇതൊക്കെ പണ്ട് എത്ര കണ്ടിട്ടുള്ള അല്ലെ? ഇതെല്ലാം കുറെ മുമ്പൊക്കെ അറിയണമായിരുന്നു ഈ ബുക്കുകളൊക്കെ. അതെ 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 അതെ. ഓക്കെ, വേറെ ആർക്കും ഷെയർ ചെയ്യാനുള്ളത്? വേറെ ആർക്കെങ്കിലും പെട്ടെന്ന് പറയൂ. എനിബഡി എൽസ്? സാറ്, ഈ മറ്റേ 10 റൂൾ പറയണതേ നമ്മളെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണോ ആ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ? അല്ലല്ല, അങ്ങനെയല്ല. നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമുക്കിപ്പോ നല്ല ടെംപ്റ്റേഷൻ, ചില ട്രിഗറിങ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ട്രിഗറിങ് വരുമ്പോ നമ്മൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടത് ഇതിപ്പൊ ഞാൻ ചെയ്താൽ ഇത് ആദ്യമൊന്നും നടക്കൊന്നുമില്ലേ, പിന്നെ കുറെ ഇത് കാരണം ആദ്യമൊക്കെ മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് സൈക്കോളജി ഒക്കെ പഠിച്ചവർക്ക് അറിയാം, മൈൻഡ് നമ്മളങ്ങ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. അതൊന്നും 10 റൂളൊന്നും നിൽക്കൂല. പക്ഷേ ഈ ഒരു അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ ഗ്രാജുവലി നമുക്കിത് കൊണ്ടുവരാം. പിന്നെ കാരണം ഇത് ആദ്യം തന്നെ നാളെ തന്നെ ഞാൻ 10 റൂൾ ആക്കുന്ന നടക്കൂല. നമ്മളെ മൈൻഡ് നമ്മളെക്കാളും വലിയ സർക്കസ് കളിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു അറിവ് നമുക്ക് ഉണ്ടായാല് നമുക്ക് എന്ത് ചെയ്യും, ഗ്രാജുവലി നമ്മളെ മൈൻഡിനെ ഇപ്പൊ ഒരു 100 പ്രാവശ്യം ഒരു എക്സാമ്പിൾ പറയാണ്, ബാറിലേക്ക് പോകണമെങ്കിൽ അതൊരു എന്താകും, ഒരു 50 പ്രാവശ്യമായിട്ട് കുറയും. കംപ്ലീറ്റ് 100 ഇതാവുന്നില്ല. പിന്നെ നമുക്കത് ഒരു എന്താ പറയുക, ഒരു ഉൾവിളിയൊക്കെ നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അടുത്ത ആർക്കാണ് പറയാനുള്ളത്? ഗോകുമാർ സാർ. അനിൽകുമാർ സാർ കേൾക്കുന്നുണ്ടോ? റോയ് സാർ? യെസ്, റോയ് സാർ പറയും. ബൈജു സാർ പോകാൻ സമയം പോകാം കേട്ടോ. ഓക്കെ, ഞാനൊരു ആരെങ്കിലും ഒരാളുടെയും കൂടി കേട്ട് ഞാൻ പോവാം ഉറപ്പായിട്ട്. റോയ് സാർ. ഓക്കെ സാർ, അപ്പൊ നമ്മളുടെ കഴിവുകൾ പൂർണ്ണമായി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് നമ്മളെ വീണ്ടും വീണ്ടും മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ സാറ് പറഞ്ഞ പോലെ റിജക്ഷനെ ഭയക്കുന്നു എന്ന് പറയുന്നത് ഭയന്നുകൊണ്ടിരുന്നുകൊണ്ടല്ല കാര്യം. നമ്മൾ 1-2 പ്രാവശ്യം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ധൈര്യമായിട്ട് ആ ഒരു വിഷയം ഉണ്ടാവുകയില്ല, പേടി ഉണ്ടാവുകയില്ല. സാറ് പറഞ്ഞ ശരി തന്നെയാണ്. അപ്പോ നിന്നെ ഉദ്ധരിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണമെന്ന് സാറ് മറ്റേ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനെ കോട്ട് ചെയ്ത് പറഞ്ഞു. നിന്നെ ഉദ്ധരിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അപ്പോ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി വേണം
സമീപിക്കാൻ എന്നാണ് സാറ് ഇപ്പൊ ഈ പറഞ്ഞ റിജക്ഷൻ ഭയക്കുന്നു എന്ന് പറയുന്നതിന്റെ ഭാഗത്ത് വരുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ റിജക്ഷൻ ഭയക്കുകയല്ലോ. പക്ഷേ നമുക്കറിയാൻ മേലാത്ത ഒരു കാര്യമാണ്, അത് നമ്മൾ ചെയ്താൽ ശരിയാവുകയില്ല എന്നുള്ള ഒരു ബോധ്യത്തോടെ പോകുമ്പോഴാണ് നമ്മൾ റിജക്ഷനെ ഭയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന ഹെഡിങ്ങിൽ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി, സാറ് പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ റിജക്ഷനെ ഭയപ്പെടാതിരിക്കാനും പറ്റുകയുള്ളൂ എന്നാണ് എന്റെ ഒരു കരുതൽ. സാറേ, ആ ശ്ലോകം എന്ന് പറയാൻ പറ്റുമോ? ആ ശ്രീകൃഷ്ണൻ പറഞ്ഞ ശ്ലോകം ബൈഹാർട്ടല്ല, 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകമാണ്. പിന്നെ ധ്യാനയോഗത്തില്. കാരണം സംസ്കൃതം അത്രക്കും വൃത്തിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ ശ്ലോകത്തിന് ഇതാക്കുന്നില്ല. അത് ഉദ്ധരാത്മന എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 6-ാമത്തെ ധ്യാനയോഗത്തിൽ 5-ാമത്തെ ശ്ലോകമാണ്. അതിന്റെ ഇതെന്ന് പറയുന്നത്, നിന്നെ നീ തന്നെ ഉദ്ധരിക്കണം, നീ തന്നെയാണ് നിന്റെ മിത്രവും, നീ തന്നെയാണ് നിന്റെ ശത്രുവും എന്നാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. കാരണം സംസ്കൃതം അത്രയും വൃത്തിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. ഗീത ഉണ്ട് ഇവിടെ, പക്ഷെങ്കിൽ അത് വായിച്ചാൽ തെറ്റും ചിലപ്പോ. ഓക്കെ അപ്പൊ അപ്പൊ ഞാനൊന്ന് ഇറങ്ങുവാണ്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ ആർക്കും ഷെയർ ചെയ്യാനുണ്ടോ? ബൈജു സാറ് ലീവ് ചെയ്തു. എങ്കിലും നമുക്ക് കിട്ടിയ 3 കണ്ടന്റുകൾ, അതിൽ ആദ്യത്തെ 2 കണ്ടന്റുകൾ വളരെയധികം പ്രയോജനകരമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വലിയ എയ്ഡായിട്ട് തന്നെ ഉപയോഗിക്കാം. നമ്മളിലുള്ള ബെസ്റ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഒരു ടൂള് പറഞ്ഞു. അതാണ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടാതെ റിജക്ഷൻസിനെ മാക്സിമം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അതിന്റെ രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് 10-10-10 എന്ന് പറയുന്ന സമയബന്ധിതമായിട്ടുള്ള ഒരു പ്രോസസ്. റിജക്ഷൻ വന്നാലും അല്ലെങ്കിൽ സക്സസിലേക്ക് എത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളെ ക്രമീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ആർക്കെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി എൽസ്? സൈനബ മാം, സരസ്വതി മാം, അബ്ദുൽ റഹീം സാർ പറയും. യെസ്, റിജക്ഷനെ കുറിച്ചും ഈ ഡോക്ടർ പറഞ്ഞില്ലേ, ലവ് മാരേജിൽ ഉണ്ടായ റിജക്ഷൻ വന്നു, അതിന്റെ ശേഷം കുറെ ആവർത്തിച്ച് പിന്തുടർന്നതിന് ശേഷമാണ് ആ കുട്ടിയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷമായി. അപ്പൊ എല്ലാ വർഷവും പല ലവ് സ്റ്റോറികളും പല പ്രശ്നങ്ങളും എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ കാണുന്നത്, ഈ പെൺകുട്ടികൾ ആദ്യമായിട്ട് അങ്ങനെ ട്രാപ്പ് ആവുമല്ല, ആദ്യം അവർ റിജക്റ്റ് ചെയ്യും പല പ്രപ്പോസലുകളും. പക്ഷെ ഈ ആൺകുട്ടികൾ ആരാണോ ഇവരെ പിന്തുടർന്ന് വളരെയധികം അവരെ ഇൻസിസ്റ്റ് ചെയ്ത്, അവര് രക്തം കൊണ്ട് ഐ ലവ് യു എന്ന് എഴുതും, നീ ഇല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയും, ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ട്രാപ്പ് ചെയ്തിട്ടാണ് ഈ കുട്ടികൾ അതിൽ വീഴുന്നത്. ഈ പെൺകുട്ടികൾ വളരെ ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കും. വീട്ടിൽ നിന്ന് സമ്മതിക്കുവോ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് അവര് ഇതിലൊന്നും ട്രാപ്പ് ചെയ്യാതെ രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ആൺകുട്ടികള് ഇവരെ അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്ത് ആ ട്രാപ്പിൽ പെടുത്താറുള്ളത്. അങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ഇതിൽ പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ ലവ് സ്റ്റോറിയുടെ ഇത് അനാലിസിസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചു നമ്മളെ കുട്ടികൾ വെറുതെ ആരെങ്കിലും ഒപ്പം അങ്ങോട്ട് ഓടിപ്പോയി എന്നുള്ളത്. അങ്ങനെയല്ല സംഭവിക്കണം. ഈ കുട്ടികളെ ശരിക്ക് ട്രാപ്പ് ചെയ്തിട്ടാണ് ഈ ട്രാപ്പിൽ പെൺകുട്ടികൾ വീഴുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ കുട്ടികൾ വളരെ സ്മാർട്ടായി, പെൺകുട്ടികള് തേച്ച് രക്ഷപ്പെടാനൊക്കെ പഠിച്ചു. ഇപ്പൊ വളരെ ആദ്യത്തെ മാതിരിയുള്ള ആ ഇമോഷണൽ ആയിട്ടുള്ള അത്ര ട്രാപ്പിലൊന്നും വീഴാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ തിരിച്ചും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെൺപിള്ളേര് ആണ് അങ്ങോട്ട് കയറുന്നത്, ആൺപിള്ളേർ വെറുതെ ഇരിക്കും, സൈലന്റ് ആയിട്ടിരിക്കും. ഇപ്പൊ അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് വരെ തിരിച്ചായിരുന്നു. ഇപ്പൊ ഒന്ന് സ്മാർട്ട് ആയിട്ടുണ്ട് പെൺകുട്ടികൾ. അത്ര അങ്ങനെ ഇമോഷണലായിട്ട് അങ്ങനെ ട്രാപ്പിലൊന്നും പെടൂല. ഒന്ന് മാറ്റി എടുക്കാനും അതൊരു
ഈസി ആക്കി അതിന് രക്ഷപ്പെടാനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെന്നെങ്കിൽ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമ്മുടെ പാട്ട് പാടാനുള്ള പാട്ടുവിശേഷങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, SP ബാലസുബ്രഹ്മണ്യന്റെ ഓർമ്മയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരിച്ച ആ ദിവസത്തെ ഓർക്കാനും കൂടെ ഉപയോഗിക്കാം. അദ്ദേഹത്തിന്റെ പാട്ടുകളായിരിക്കും നാളെ നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാട്ടുകൾ പാടാനുള്ളവര് തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കൊണ്ടുവരിക. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കൊന്നും ഷെയർ ചെയ്യാനില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ കേട്ട 3 പോയിന്റുകൾ നമ്മൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവർക്കൊരു മോഡലാക്കി കാണിച്ചു കൊടുക്കുക. രണ്ടാമത്, റിജക്ഷനെ ഭയപ്പെടാതെ റിജക്ഷൻ നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ആ ഇമോഷൻ, നെഗറ്റിവിറ്റിയെ മാക്സിമം കളയാൻ വേണ്ടി, റിമൂവ് ചെയ്യാൻ വേണ്ടി മാക്സിമം റിജക്ഷൻസ് നമ്മൾ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. പിന്നെ ഫൈനൽ എന്ന് പറഞ്ഞാൽ 10-10-10 റൂളാണ്. 10 സെക്കൻഡ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം നമ്മുടെ പ്രശ്നത്തെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക, ഡിസിഷൻ എടുക്കുക, വീണ്ടും 10 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ അനലൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള 10-10-10 എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, പിന്നെ 3 പ്രോസസ്സുകളാണ്. അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മന്ത്ര എന്ന നിലയിൽ പറഞ്ഞത്. ഇതിന്റെ കണ്ടിന്യൂഷൻ വീണ്ടും ബൈജു സാറിൽ നിന്ന് കേൾക്കാം. ഇന്ന് വളരെ കറക്റ്റായി പോയത് കൊണ്ടാണ്. സോ ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. നാളെ വീണ്ടും കാണാം എല്ലാവർക്കും. ഗുഡ് നൈറ്റ്.